ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അവരൊക്കെ കഴിച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ചു. നിന്റെ അനിയൻ കഴിക്കുമ്പോ പിന്നെ അമ്മ വിളിക്കില്ലല്ലോ. അമ്മ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നീ പോയി അനന്തമാഷിന്റെ കാല് പിടിച്ചിട്ട് വരുവാണോടാ? അല്ല അല്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ പോലീസൊന്നും വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പോലീസ് വന്ന് അമ്മ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണോ അമ്മയുടെ ആഗ്രഹം? ഓ, എനിക്കങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എന്നെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ ചിലരൊക്കെ കാത്തു കെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ശ്യാമും സോനി ഇന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറി. അവരെന്തോ ചോദിച്ചാൽ അമ്മ ഇപ്പൊ എങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ കൂടെ വരാൻ തയ്യാറായില്ലെങ്കിലും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അനുപമയുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചു. പക്ഷേ അമ്മയ്ക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കില്ലെന്നോ പോലീസ് ഇവിടെ വരില്ലെന്നോ ഒന്നും എനിക്ക് ഉറപ്പില്ല. ഇനി അഥവാ പോലീസ് വന്നാലും അമ്മ പേടിക്കണ്ട. എന്റെ മുറിയിൽ നിന്നല്ലേ അനുപമ ബാഗ് കണ്ടെടുത്തത്. അത് തട്ടിപ്പറിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞോളാം. അയ്യോ, എന്റെ പൊന്നുമോൻ അമ്മയ്ക്ക് വേണ്ടി അത്ര വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട. എന്നെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ വന്നാ അവർ എന്നെ തന്നെ കൊണ്ടുപോകും. കുറ്റം ഞാൻ സമ്മതിക്കുകയും ചെയ്യും. എടാ, സുശീലയുടെ കയ്യിൽ വിലങ്ങ് ഒപ്പിക്കാൻ അനന്തമാഷിന് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ അതങ്ങ് ചെയ്യട്ടടാ. അത് കാണാൻ തന്നെ ഞാനും കാത്തു നിൽക്കുന്നേ. ആഹാ, അനന്തമാഷ് കേസ് കൊടുക്കില്ലെന്നൊരു സൂചന കിട്ടിയപ്പോ തന്നെ അമ്മയുടെ അഹങ്കാരം ഇരട്ടിച്ചല്ലോ. ഞാനും അനുവടുത്തിയും ഹർഷയെ കണ്ട് ഉപാധി വെച്ച കാര്യം അവള് വിളിച്ചു പറഞ്ഞു കാണുമല്ലേ? ഹർഷയും അമ്മയും കൂടി പോയി അനന്തമാഷിനോട് ക്ഷമ ചോദിച്ചാ അച്ഛനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാതിരിക്കാമെന്ന് ഏടത്തി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടേട്ടാ. അത് ചെയ്യാമെന്ന് ഹർഷയും രവി ഞങ്ങൾക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. അവര് വാക്ക് തന്നിട്ടുണ്ടെങ്കിലേ അവള് പോയി അയാളുടെ കാല് പിടിക്കട്ടെ. സുശീല അതിന് കിട്ടുമെന്ന് ആരും കരുതണ്ട. നാണമില്ലല്ലോടാ നിനക്ക്? സ്വന്തം അമ്മയെ ഏതോ മാഷിന്റെ കാല് പിടിച്ച് കേസിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങാൻ. നിന്റെ ഏട്ടനെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് നീയും കേട്ടതല്ലേടാ? ഏതായാലും എനിക്ക് വേണ്ടി ഇന്ദ്രൻ പോയി കാല് പിടിച്ചല്ലോ, അത് മതി. അത് മതിയെന്ന് അമ്മ മാത്രം തീരുമാനിച്ചത് കൊണ്ടായില്ല. പിന്നെ ആരാണ് തീരുമാനിക്കണ്ടേ? ആരാ? എന്നെ കൊണ്ട് അനന്തമാഷിന്റെ കാല് പിടിപ്പിക്കാൻ നിന്റെ ഏടത്തേമ്മയെന്ന് പറഞ്ഞു നടക്കുന്നുള്ളൂ. നിനക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടോടാ? എങ്കിലേ അവളുടെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നീ പോയി അവളോട് പറഞ്ഞേക്കേ. ഇനി ഈ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാ ഞാൻ നേരെ പോകുന്നത് അവളുടെ അടുത്തേക്കായിരിക്കും, അനുപമയുടെ അടുത്തേക്ക്. ഞാൻ അവളുടെ അച്ഛന്റെ കാല് പിടിക്കണമെന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറയട്ടെ.